പറയും മഞ്ജു, ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മക്കളൊക്കെ പോയോ? ആ ആ ആ ആരാ, മരുമോളോ? ആ ഇല്ല, ലക്ഷ്മി വീട്ടിൽ പോയിട്ട് വന്നിട്ടില്ല. അവളുടെ ആങ്ങളെ ഗൾഫിലേക്ക് ഇന്ന് തിരിച്ചു പോവാത്രേ. അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഇത്രയും കാലം വീട്ടിലെ പണികളൊക്കെ ഞാനല്ലേ ചെയ്തേ. ഹലോ ലളിതേ, എന്തു പറ്റി? ഹലോ, ഒരു കുരങ്ങേ വീട്ടിൻ്റെ ഉള്ളിൽ കയറി, അതിനെ ഞാൻ ഓടിച്ചതാ. ഹലോ, വെച്ചോ? ആ, ഇനി പിന്നെ വിളിക്കാം. ഈ പെണ്ണ് ഒരു പണിയെടുത്താൽ വൃത്തി ഉണ്ടാവില്ല. മാറാലേക്ക് അതേപോലെ ഇരിക്കുന്നു. നമുക്കെപ്പോഴും പണി തന്നെ. തുമ്മാ, ആരെയാ പ്രാകണേ? ആരാ അത്? ലളിതയാ? ആ, പ്രാക്കൊന്നും അല്ല ലളിത. പുതുപ്പെണ്ണിനോട് അമ്മായിയമ്മ പോര് തുടങ്ങിയാ. കാര്യം പറയണത് അമ്മായിയമ്മ പോരാണോ? എന്തെങ്കിലും ഒരു പണി വൃത്തിയായിട്ട് ആ പെണ്ണ് ചെയ്യില്ല. എല്ലാവരും കല്യാണം കഴിക്കണു, ഞാനും കല്യാണം കഴിച്ചു, അത്ര തന്നെ. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ അമ്മായിയമ്മമാർക്ക് തലവേദന. ഒന്നും വയ്ക്കാൻ അറിയില്ല ലളിത. ABCD തൊട്ട് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ പെണ്ണിൻ്റെ വീട്ടുകാരല്ലേ വിചാരിക്കേണ്ടത്. പഠിപ്പിച്ചു കെട്ടിച്ചു വിട്ടു, അത്ര തന്നെ. എന്നാൽ ജോലിയുണ്ടോ? അതുമില്ല. കുറച്ച് സ്വർണം കൊടുത്തു, അത് അവളുടെ കയ്യിലും ഉണ്ട്. അതവൻ പണയം വയ്ക്കാൻ ചോദിച്ചാൽ പോലും അവൾ കൊടുക്കില്ല. ഇതാണ് അമ്മായിയമ്മയും മരുമോളും കൂടി വഴക്കുണ്ടാകാൻ മെയിൻ കാരണം. അമ്മായിച്ചന്മാർക്കൊന്നും അറിയണ്ടല്ലോ, അവർക്ക് ടേബിളിൻ്റെ മുമ്പിൽ ഇരുന്നാൽ പോരെ. ഭക്ഷണം കഴിക്കുക, പേപ്പർ വായിക്കുക, അത്ര തന്നെ. ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അമ്മായിയമ്മ പോരാകും, നാട്ടുകാരറിയും ജഗബുക. എനിക്കാണെങ്കിൽ കാലുവേദനയും കൈവേദനയൊക്കെയാണ്. എന്നെക്കാട്ടിലും വേദന അവൾക്ക്. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ പാത്തുമ്മ. 10-22 വയസ്സ് വരെ അവർ പഠിക്കുമല്ലേ, പിന്നെ അവർ കല്യാണം കഴിക്കാനായി. ആണുങ്ങളാണെങ്കിൽ വല്ല ജോലിക്കും പോവും. പെൺകുട്ടികളെ വീട്ടുകാർ കെട്ടിച്ചു വിടും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പാത്തുമ്മ. അവർ വീട്ടിലെ പണിയുടെ കോഴ്സൊക്കെ പാസ്സായിട്ട് വരുന്നവരല്ലല്ലോ. അവർക്ക് നമ്മളാണ് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടും. അതേത് കാര്യവും അങ്ങനെ തന്നെയല്ലേ. ആവുന്നിടത്തോളം കാലം നമ്മളും പണി ചെയ്യുക. നമുക്ക് വയ്യാതാകുമ്പോൾ അവർ നമ്മളെ പൊന്നുപോലെ നോക്കും. വയ്യാതാകുമ്പോൾ പെൺമക്കളെ കാണുള്ളൂ, അതൊക്കെ വെറുതെയാണ് പറയുന്നത്. നമ്മൾ പെൺമക്കളെ പണിയൊന്നും എടുപ്പിക്കാതെ നല്ല രീതിയിൽ നോക്കുന്നത് കൊണ്ടാണ് അവർക്ക് നമ്മളോട് ഈ സ്നേഹം. അതേപോലെ മരുമോളെയും കാണണം പാത്തുമ്മ. അല്ലെങ്കിൽ അവളെ മോനെയും കൊണ്ടൊരു പോക്കങ്ങ് പോകും. പിന്നെ തിന്നാനും കുടിക്കാനും ഇല്ലാതെ കിടക്കേണ്ടി വരും. അപ്പോൾ ഈ പണികളൊക്കെ തനിയെ ചെയ്യണ്ടേ? ഇപ്പോൾ അവളെങ്കിലും ഉണ്ടല്ലോ ഒന്ന് സഹായിക്കാൻ. വൃദ്ധസദനത്തിലൊക്കെ എന്താ തിരക്ക്, എന്താ കാരണം? ഇതൊക്കെ തന്നെ. അവരൊന്നും അല്ലല്ലോ പോണേ, നമ്മളല്ലേ. പണിയെടുക്കാത്ത ആരെയും ആർക്കും വേണ്ട. അത് മക്കളായാലും മരുമക്കളായാലും ശരി. നമ്മളവരെ അടുക്കള പണിയിലും സാമ്പത്തികമായിട്ടൊന്ന് സഹായിച്ചു നോക്കിയേ. അവരെവിടെ പോയാലും നമ്മളെ